ഈ കാണുന്നത് തമിഴ്നാട്ടിലെ കമ്പം പ്രദേശത്തിനടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടമാണ്. വിശാലമായ ഒരു മുന്തിരിത്തോട്ടം. അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ ആ മുന്തിരിത്തോട്ടം നമ്മളെ നാടിൻ്റെ പരിസരത്താണ് ഇതൊക്കെ ഉള്ളത്. ഇത് വളരെ വരുമാനമുള്ള ഒരു കൃഷിയാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ മനുഷ്യർ ആഗ്രഹിച്ച ഒരു പഴമാണ് സത്യത്തിൽ മുന്തിരി. അത് നമ്മുടെ നാട്ടിൻ്റെ പരിസരത്ത്, നമ്മളെ മണ്ണ് പോലത്തെ മണ്ണ്, നമ്മളെ നാടിൻ്റെ പരിസരത്താണ് ഇതൊക്കെ ഇങ്ങനെ. ആ മുന്തിരിയുടെ മനോഹരമായതിൻ്റെ കൊലകൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ അതൊക്കെ ഒന്ന് കാണിക്ക്. എന്തൊരു മനോഹരമാണ് ഈ കാണുന്നത്. ഇത് വളരെ നോക്കത്താത്ത ദൂരത്ത് പ്രവിശാലമായ മുന്തിരിത്തോട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നാടിന് പരിസരത്താണുള്ളത്. ഇതൊക്കെ നല്ലൊരു കൃഷിയാണ്. ഇതിനൊക്കെ ചെയ്യാവുന്ന കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഇവിടെ ലീസിന് കിട്ടും. ആവശ്യക്കാർക്ക് ഈ ഭയപ്പെട്ട് നിൽക്കുന്ന ഇന്നത്തെ ജോലി പോവോ, കമ്പനി ജോലി പോവോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഈ ആധുനിക സമൂഹം ഇങ്ങനത്തെ കൃഷിഭൂമി ഉപയോഗപ്പെടുത്തിയാൽ ഭൂമിയിലൊരു കൃഷി ഉണ്ടാവും, മനുഷ്യന് നല്ലൊരു ഭക്ഷണമായി. അതിൻ്റെ എന്തുമാണ്, നല്ലൊരു വരുമാനമാണ്, വലിയ വരുമാനമാണ്. അപ്പോൾ മാത്രമല്ല, കർഷകന് ഭൂമിയെ ജീവിപ്പിക്കുകയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എത്ര സന്തോഷകരമായ സാഹചര്യമാണെന്ന് നിങ്ങൾ നോക്കൂ. ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം. സത്യത്തിൽ ഹാമിഷുകളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണത്തിന് അനുയോജ്യമായ ഒരുപാട് കമൻസുകൾ വന്നു. അപ്പോൾ ആ കമൻസുകളാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു നടത്തത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ പ്രവിശാലമായ, ഇവിടെ ഇടവും വലതും ഒക്കെ പ്രവിശാലമായ കൃഷിഭൂമികളാണ്, മുന്തിരിത്തോട്ടങ്ങൾ തന്നെ. അതിൻ്റെ ആ കാഴ്ച തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഇതിപ്പോൾ പാകമെത്താത്ത മുന്തിരിയുടെ തുടക്കമാണ് ഈ കാണുന്നതൊക്കെ. മുന്തിരിയുടെ തുടക്കമാണ് കാണുന്നതൊക്കെ മുന്തിരിയുടെ തുടക്കമാണ്. പക്ഷേ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഭംഗി. ഇനി അതൊക്കെ വിളവെടുക്കാനാവുമ്പോഴത്തിന് അതിൻ്റെ എന്താ ഒരു കാവ്യാത്മകമായ ഭംഗിയായിരിക്കും ഇതിനൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ മനുഷ്യൻ കൈകൊണ്ട് നട്ടുപിടിപ്പിച്ച് വളർത്തി അതിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. സത്യത്തിൽ നമ്മളെ തോട്ടമല്ല, നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല, പക്ഷെ മനുഷ്യർ അവരുടെ മണ്ണിലെ കഠിനാധ്വാനം കൊണ്ട് പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആർക്കാണ് ഇതിൽ സന്തോഷം വരാത്തത്? അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഇത് കമ്പത്തിൻ്റെ പരിസരത്താണ് ഈ ഭൂമി. ഇന്ന് രാവിലെ മുതലേ ഞങ്ങൾ ധാരാളം കൃഷിഭൂമികൾ സഞ്ചരിച്ചു. ചിലതൊക്കെ ക്യാമറയിൽ പകർത്തി, ചിലത് പകർത്തിയില്ല. വിശാലമായ എന്താ പറയുക, പ്രവിശാലമായ ചോളത്തിൻ്റെ കൃഷിയിടങ്ങൾ, അതേപോലെ തന്നെ നെൽകൃഷിയിടങ്ങൾ, പ്രവിശാലമായ കവുങ്ങിൻ കൃഷിയിടങ്ങൾ, അങ്ങനെ ധാരാളം മനോഹരമായ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് മനുഷ്യൻ്റെ മണ്ണിലുള്ള കഠിനാധ്വാനമാണ്. അപ്പോൾ ഇത് മനുഷ്യൻ ചിന്തിക്കണം. നമ്മളെ പരിസരത്ത് തന്നെ നമുക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ ഭൂമി തമിഴ്നാട് കിട്ടാനുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജനങ്ങൾക്ക് വേണ്ട, കൃഷിക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ കേരള സർക്കാരിനെ വിമർശിക്കല്ല. ഈ കേരള സർക്കാരിന് വിചാരിച്ചാൽ തന്നെയും കൃഷിഭൂമി നാട്ടിൽ കിട്ടാനില്ല. അതേസമയത്ത് തമിഴ്നാട് അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കൃഷിഭൂമി ഉണ്ട്. വേണ്ടത്ര വെള്ളം എത്തിച്ചു കൊടുക്കാൻ നാട് പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ അതിൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നാടിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ, നമ്മൾക്ക് ഇവിടെ ഒരു കൃഷിഭൂമിയിൽ 8-10 കർഷകർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ നാട്ടിൽ പോകാം, കുടുംബത്തെ കാണാം, നല്ല വിളവെടുപ്പ് കിട്ടും, നല്ല വിള കിട്ടും, നല്ല സമ്പാദ്യമുണ്ടാവും. വളരെ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് കൃഷി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു വല്ലാത്ത നന്മയാണ്. ആര് ചെയ്താലും അത് പുണ്യമാണ്. പുണ്യം ചെയ്യുന്ന കരങ്ങൾ കൊണ്ട് മാത്രമേ ഒരു കൃഷി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ അനേകം തോട്ടങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ചിലതൊക്കെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, ചിലത് ക്യാമറയിൽ പകർത്തിയിട്ടില്ല. പക്ഷേ കരിമ്പിൻ തോട്ടങ്ങൾ, പ്രവിശാലമായ കരിമ്പിൻ തോട്ടങ്ങൾ ഇന്ന് ഞങ്ങൾ കണ്ടു. എല്ലായിടത്തും കൂടെ നമുക്കൊരു സമയത്ത് അതെല്ലാം പകർത്താൻ കഴിയൂല എന്നതുകൊണ്ട് പകർത്താത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോ ആവശ്യപ്പെടുന്നത്, നല്ല മനസ്സുള്ള എൻ്റെ സഹോദരങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട്, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഇതിലൂടെ
ഒന്ന് നടക്കാനും ഇതൊക്കെ ഒന്ന് കാണാനും ഇതിൻ്റെയൊക്കെ ഒരു കാവ്യാത്മകമായ ഭംഗിയും സന്തോഷവും. ആരുടെ തോട്ടാണെങ്കിലും ഇതൊക്കെ പടച്ചതമ്പുരാൻ അനുഗ്രഹങ്ങളാണല്ലോ. ഈ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് കാണാനും, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കൃഷിയാണ്, നമ്മൾക്ക് തന്നെ നാളെ കഴിക്കാനുള്ളതാണ്. നല്ല പെട്ടിയിലാക്കിയിട്ട്, ഗ്രേപ്സിൻ്റെ പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങും. നാളെ അപ്പുറത്ത് നല്ല വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിയുണ്ട്, നേരെ തൊട്ടപ്പുറത്ത്. അത് നല്ല മനോഹരമായി വിളഞ്ഞു നിൽക്കുന്നതാണ്. ഇത് ഇപ്പോൾ അത് എന്താ പറയുക, പൂക്കുലയിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടേ ഉള്ളൂ. നേരെ തൊട്ടപ്പുറത്ത്, ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് വിളവെടുത്ത് കഴിഞ്ഞ് പുതിയ റീപ്ലാന്റേഷനാണ്. ഇതാ ഇപ്പുറത്ത് ഇവിടെ റീപ്ലാന്റേഷൻ്റെ ഒരു ഭൂമിയുണ്ട് ഇത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനുഷ്യൻ്റെ കഠിനാധ്വാനം കാണാണ്. ഇതാ നമ്മുടെ നാട്ടിൽ വേലിക്കല്ല് പോലത്തെ കല്ലുകളാണ്. ആ കല്ലുകളിൽ പിന്നെ ഇതാ അതിൻ്റെ മനോഹരമായ പന്തൽ. ഇനി അതിലേക്ക് അവർ പുതിയ ചെടി നട്ട് പിടിപ്പിച്ചു. ഇനി ആ ചെടി ഇങ്ങനെ കയറി വരും. ഈ ഭാഗത്തോ ഇത് പഴമായി അറുത്തെടുക്കാൻ ഇനി 1-2 ആഴ്ച കഴിഞ്ഞാൽ അറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ നല്ല മുന്തിരിയാണ്. ഈ സാധനങ്ങൾ ഇതിനൊക്കെ വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങും. ആര് പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ചെയ്താലും അവർക്ക് ലാഭം ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. അതേസമയത്ത് നമുക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയും. നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ യാത്ര ചെയ്യാൻ എത്തുന്ന ഭൂമിയാണിതെല്ലാം. അതിമനോഹരമായ ഇത് കണ്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു ഭംഗി എത്രയാ. ഒന്നും ഞങ്ങൾ ഇതിൻ്റെ തോട്ടത്തിൽ നിങ്ങൾ അത് കണ്ടാൽ മതി, നിങ്ങളത് പറിച്ചെടുക്കരുത് എന്ന് തുടക്കത്തിൽ ഗ്രേപ്സ് ആരും പറിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറിക്കൂല. എന്തുകൊണ്ട്? അവരുടെയൊക്കെ ഒരു അധ്വാനം കഷ്ടപ്പാട് നമുക്കതിന് പിന്നിൽ അറിയാം. പക്ഷേ വളരെ ഏക്കറുകളോളം വിളവ് ആയത്, ഒന്ന് വിളവ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുതിയ റീപ്ലാന്റേഷൻ, ഒന്ന് ഇതാ പിന്നെ പൂക്കുലയിൽ നിന്ന് പുറത്ത് ചാടിയത്, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ വേലി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ്. അവിടെ ഇഷ്ടം പോലെ അതിന് ഭൂമിയുണ്ട്, സൗകര്യമുണ്ട്. നല്ലൊരു മനസ്സുണ്ടായാൽ അമ്മ സഫീനത്ത് ഫക്കാനത്തിൽ മസാക്കീന യഅ്മലൂന ഫിൽ ബഹരി എന്ന് പറയുന്നത് അൽ കഹ്ഫിൽ. ഞാൻ ആ കപ്പൽ നിലനിർത്താൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? സാധുക്കളുടെ കപ്പലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കപ്പലിനെ അക്രമിയായ രാജാവിനെ സംരക്ഷിച്ചതെന്ന് ഖദർ പറയുന്നൊരു ഭാഗം അൽ കഹ്ഫിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ സാധുക്കളെല്ലാം ഒരുമിച്ച് കൂടി 8-10 കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ നേരെ തമിഴ്നാട്ടിലേക്ക് വന്നു. ഒരു ടെൻറ്റ് കെട്ടി കുറച്ച് കൃഷിഭൂമി ലീസിനെടുത്തു. ഇതൊക്കെ ചെയ്തു വെച്ചാൽ 6 മാസം കൊണ്ട് വിളവ് കിട്ടും. നല്ല ഭൂമി ഇഷ്ടംപോലെ തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട്. അതിൻ്റെ ഭംഗി എത്ര മനോഹരമാണ്. വളം കൊണ്ടുപോയി ജൈവവളം, ഈ ജൈവവളം കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുകയാണ്. ഇത് ചാണകപ്പൊടിയാണ്. പഴയ കാലത്തെ നമ്മൾ എന്ത് ചെയ്യും? ചാണകപ്പൊടിയാണ് നമ്മളെ കൃഷി ഭൂമിയിൽ കാര്യമായി ഉപയോഗിക്കുന്ന ഒരു സാധനം ചാണകപ്പൊടി. നെല്ലിനാണെങ്കിലും തെങ്ങിനും കമുങ്ങിനും അങ്ങനെ നമ്മുടെ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ചാണകപ്പൊടി. ആ ചാണകപ്പൊടി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരണം. കാരണം നമ്മൾക്ക് കാലി വളർത്തലില്ല, നമ്മളാട് കാലി വളർത്തലില്ല. ഇപ്പോൾ ഇവിടെ മല പോലെ കിട്ടാനുള്ള ഈ സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിലാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചീപ്പ് റേറ്റിന് ഇത് സാധനം കിട്ടും. കേരളത്തിൽ എത്തുമ്പോഴത്തേന് അന്ന് വലിയ വിലയാവും. ഇത് ചീപ്പ് റേറ്റിന് കിട്ടുന്ന ആ തമിഴ്നാട്. അപ്പോൾ ഞാനെന്താ നിങ്ങളോട് പറയുന്നതെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങണം. നമ്മൾക്ക് ഗൾഫിൽ പോകേണ്ട ഒരു ആവശ്യം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയും വിഭവങ്ങളുള്ള ഒരു നാടാണ്. ഇഷ്ടംപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിഭൂമികൾ, പിന്നെ ജൈവവളങ്ങൾ, വിശാലമായ കേരളത്തിൽ മാത്രം 44 പുഴയാണ്. പിന്നെ ഏത് വേനൽക്കാലത്തും വെള്ളം വറ്റാത്ത പുഴകൾ എത്രയാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും അശാന്തമായ കുടുംബത്തിനെ വർഷങ്ങളോളം പിരിഞ്ഞു നിൽക്കാൻ നിർബന്ധിതരാകുന്ന ഗൾഫിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അതിന് പുറമേ അത് വളരെ വലിയ ഭയമാണിന്ന്. ഗൾഫിൽ പോകുന്നതാണ് ഇന്ന് ഒരു ഭയമാണ്. പറഞ്ഞേക്കുന്നവർക്കും വേദനയാണ്, പോകുന്നവർ നിർബന്ധ സാഹചര്യം പോവുകയാണ്.
അതേസമയം നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിലോ, ഉപയോഗപ്പെടുത്താൻ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. വലിയ ഇതിൻ്റെ തന്നെ സ്റ്റാൾ വേണമെങ്കിൽ തൊട്ടടുത്ത ഒരു സ്ഥലത്ത് നമ്മുടെ തന്നെ സ്റ്റാളിടാം. അപ്പോൾ ഒരേ സമയത്ത് കൃഷിയും അതേ സമയത്ത് കച്ചവടം നടക്കും. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. തൊഴിലാളികളെ ഇഷ്ടം പോലെ യഥേഷ്ടം തൊഴിലാളികളെ കിട്ടുന്ന നാടാണ് ഇന്നും തമിഴ്നാട്. നമ്മളെ നാട്ടിലെ പോലെ ഒരു അറിവില്ലാത്ത നാടാണ്. എങ്ങനെയൊക്കെ കർഷകരോട് സഹകരിക്കാൻ കഴിയോ അതാണ് സർക്കാർ ചിന്തിക്കുന്നത്, തൊഴിലാളികൾ ചിന്തിക്കുന്നത്, നാട്ടുകാർ ചിന്തിക്കുന്നത്. തൊഴിലിൻ്റെയും കൃഷിയുടെയും മഹത്വം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര. ഇതൊക്കെ നമുക്ക് കുറേ കാലമായിട്ട് ഭൂമിയുടെ കച്ചവട വിലയെ നമുക്കറിയുള്ളൂ. ഭൂമി ജീവിപ്പിച്ചുണ്ടാക്കുന്ന നേട്ടങ്ങളെ വില നമുക്കറിയില്ല. നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ബിസിനസ് ഭൂമിയാണ്. അതായത് 10 സെൻറ്റ്, ആ 10 സെൻറ്റ് 50,000 ഒരു സെൻറ്റിന് വാങ്ങിയിട്ട് പിന്നെ 5 ലക്ഷത്തിന് വിൽക്കുന്ന കച്ചവട മാർക്കറ്റിംഗ് ഭൂമിയാണ് കേരളീയക്ക് അറിയുന്ന ഭൂമി. അതേസമയത്ത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭൂമിയാണ്. എങ്ങനെയൊക്കെ വിളവുണ്ടാക്കി കൃഷിയെടുത്ത് മനുഷ്യൻ അതുകൊണ്ട് ഉപജീവനം നടത്തി സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ലോകത്തെ നാണ്യവിളകൾ ഉണ്ടായാൽ മാത്രമല്ലേ ലോകത്ത് കയറ്റുമതി കൂട്ടാൻ കഴിയുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ ദുബായ് നിന്നിറങ്ങിയാൽ വീട്, പിന്നെ വീട്ടിലെത്തിയാൽ കുറച്ച് ഷവർമ, കുറച്ച് മന്തി, കുറച്ച് കുണ്ടി. ഇതുകൊണ്ടൊക്കെ നമ്മളെ സമൂഹവും ജാതി മതഭേദമന്യം മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ കാൽക്കീഴിലേക്ക് ഇറങ്ങി നമുക്ക് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച് തന്ന ഈ മണ്ണ്, ഇതിൻ്റെ വില എത്രയാണ്? ലോകാവസാനം സംഭവിക്കുമ്പോൾ നേരത്ത് പോലും ഒരു മുറിച്ചു കുത്തിയാൽ തളിർക്കുന്ന ഒരു കൊമ്പ്, ഒരു ഗ്രേപ്പിൻ്റെ കൊമ്പ് കിട്ടിയാൽ നിങ്ങളത് ഒടിച്ചു കുത്തിയിട്ട് മനുഷ്യ സമൂഹത്തെ പട്ടിണി രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ ഒരു നേതാവിൻ്റെ അനുയായികൾക്കാണ് ഇന്ന് കൃഷി എന്താണെന്ന് തീരെ അറിയാത്തത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ മാറ്റങ്ങളുണ്ടാവും. വളരെ സന്തോഷകരമായ സായാഹ്നത്തിലാണ് ഞാനും ബഹുമാനപ്പെട്ട അൻവർ സാഹിബ്, ബഹുമാനപ്പെട്ട സലാമാജിക്ക, പ്രൊഫസർ ഹുസൈൻ മാഷ്, ഞങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് ഈ തോട്ടങ്ങൾ ഓടി ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഏരിയകൾ മുഴുവൻ കവർ ചെയ്യാവുന്നതിൻ്റെ അത്ര പരമാവധി ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ പോകുന്ന റോഡിൻ്റെ 2 സൈഡിലും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ട് ഞങ്ങൾ അതിശയിച്ചു പോയി. അതേപോലെ തന്നെ എന്താ പറയുക, കരിമ്പിൻ തോട്ടങ്ങൾ, ചോളത്തിൻ്റെ തോട്ടങ്ങൾ, അതേപോലെ പ്രവിശാലമായി കിടക്കുന്ന തെങ്ങിൻ തോട്ടങ്ങൾ, കമുങ്ങിൻ തോട്ടങ്ങൾ, ഗ്രേപ്സിൻ്റെ തോട്ടങ്ങൾ, അങ്ങനെ അതായത് വലിയ വലിയ നാണ്യവിളകൾ, ഭൂമിക്ക് സന്തോഷകരമാവുന്ന കൃഷികൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ഇന്ന് കണ്ടു. മനസ്സ് സന്തോഷമായി എന്ന് പറയാം. സത്യത്തിൽ ഈ പെരുന്നാളിൻ്റെ ഒരു സന്തോഷം ഞങ്ങളിതിൽ അനുഭവിച്ചു. പെരുന്നാളിന് സന്തോഷമാക്കാൻ കഴിഞ്ഞത് ഈ വിശാലമായ ലോകം, ഇതന്നെ വളരെ വിശാലമായ ലോകത്ത് വിളവെടുത്ത് കഴിഞ്ഞ ഒരു ഗ്രേപ്സിൻ്റെ പുതിയ ഒരു ഏരിയ ഉണ്ടാക്കുക. അതിനപ്പുറത്ത് വീണ്ടും ഉണ്ട്. ഇവിടെ ഇതാ കൊല വന്നുകൊണ്ടിരിക്കുന്നത് വിശാലമായി. അങ്ങനെ അവിടെ പഴുത്തു തുടങ്ങിയത് അങ്ങനെ, ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പുതിയതായ പിന്നെ എന്താ പറയുക ഫാമിങ്ങിൻ്റെ സൗകര്യം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമ്മളെ പരിസരത്ത് ഇതൊക്കെ ഉണ്ട്. നമുക്ക് മണ്ണിനറിയാൻ നമ്മുടെ നാട്ടിൽ സാഹചര്യമുണ്ട്. പടച്ചം തമ്പുരാൻ അനുഗ്രഹിച്ച നാടാണ് ഭാരതം. പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച നാടാണ് ഭാരതം. ഇഷ്ടംപോലെ മാൻ പവർ, ഇഷ്ടംപോലെ കൃഷിക്ക് ഉപയുക്തമായ മണ്ണ്, ഇഷ്ടംപോലെ വെള്ളം, ഇഷ്ടംപോലെ ജൈവവളങ്ങൾ, എല്ലാം ഭൂമിയിലെ ഈ അനുഗ്രഹിച്ച മണ്ണിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത്ര വിദ്യ ആരായിരിക്കും? അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഇതന്നെ വീണ്ടും ഇതിൻ്റെ പിന്നിലൊക്കെ എൻ്റെ സഹോദരങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തു. ഇന്ന് ഈ മണ്ണ് മുഴുവൻ, ഒരു ലോകം മുഴുവനും ഞങ്ങൾ ഇന്ന് വേണമെങ്കിൽ യാത്ര ചെയ്തു. ബഹുമാനപ്പെട്ട അൻവർ സാഹിബിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഒരു ലോകം മുഴുവനും ഇന്ന് യാത്ര ചെയ്തു. ഇന്ന് വേണമെങ്കിൽ പറയാം, വിശ്രമിച്ചിട്ടേ ഇല്ല. ഒരല്പനേരം നിസ്കരിക്കാനെടുത്തു.
അല്പനേരം ഭക്ഷണത്തിനെടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ ഞങ്ങളിന്ന് ഓടുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ സന്തോഷം എത്രയാണ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. എത്രയാണ് ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷം. നമ്മൾ ജോർദാനിൽ നിന്ന് മറ്റോ കൊണ്ടുവരേണ്ട മുന്തിരികളെ പറ്റിയാണ് പറയുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ എല്ലാ കറാച്ചി മുന്തിരി, ജോർദാനിലെ മുന്തിരി അതൊക്കെ ഇവിടെ തന്നെ വിളയും. എല്ലാം വിളയും. 1 കിലോ കൊടുത്താൽ 200 രൂപക്കാണ് സാധുക്കളായ ജനങ്ങൾ മുന്തിരി വാങ്ങുന്നത്. ചില മുന്തിരിയൊക്കെ 200 രൂപ കൊടുത്ത് വാങ്ങുന്ന മുന്തിരി നമ്മളെ നാട്ടിൽ നട്ട് വളർത്തിയിട്ട് അത് സാധുക്കൾക്ക് 100 രൂപക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹമല്ലേ, അതൊരു പുണ്യമല്ലേ. നമുക്കതിന് വലിയ വിലയും വലിയ ലാഭവും കിട്ടും. എന്താ ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ കൂടിയിരുന്ന് ഗൗരവമായി ഇത് ആലോചിക്കണമെന്ന് ഗൾഫിലെ സഹോദരങ്ങൾ, അവരോടൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പല്ല അപ്പോൾ ആ കുട്ടികൾ നാശാകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതേ സമയത്ത് നമുക്ക് വീട്ടിൽ ഇവിടുന്ന് എന്തെങ്കിലും വിഷയം വീട്ടിലുണ്ടായാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് മക്കളുടെ അടുത്ത് എത്താൻ കഴിയും. അപ്പോൾ ആ മക്കൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ കളിക്കൂല. പാപ്പ ഇവിടെ പരിസരത്തുണ്ട് എന്ന ചിന്ത കുട്ടികളെ നന്നാക്കിയെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം എന്തെന്നാൽ ഗൾഫുകാർ പുതിയ സാധ്യതകളെ തേടണം. എന്നാൽ ഈ ഗൾഫിൽ പോവുക, പൈസ ഉണ്ടാക്കുക, ആയുസ് മുഴുവനും അങ്ങനെ നശിപ്പിച്ച് കളയുക. അതിൽ നിന്ന് നമ്മുടെ ഗൾഫുകാർ മാറി ചിന്തിക്കണം. നമുക്ക് സമ്പാദിക്കാനുള്ള സാഹചര്യം നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. നമുക്ക് പടച്ചതമ്പുരാൻ അനുഗ്രഹിച്ച ഒരു മണ്ണ് നമുക്കുണ്ട്. പടച്ചതമ്പുരാൻ അനുഗ്രഹിച്ച ഒരു നാടാണ് ഭാരതം. അപ്പോൾ ഈ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിൽ പോകാതെ തന്നെ ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മളെപ്പോഴെങ്കിലും ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകുകയല്ല വേണ്ടത്. ഇത്തരം സാധ്യതകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. 1000കണക്കായ ഏക്കർ തമിഴ്നാട് കിട്ടാനുണ്ട്. പൈസ കൊടുത്ത് വാങ്ങേണ്ട ലീസിന് കിട്ടാനുണ്ട്. എന്തുകൊണ്ട് ഒരു 5 8 ആത്മാർത്ഥമായ 8 10 ഗൾഫുകാരായ തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് പഠിച്ചിട്ട്, അതേപോലെ തന്നെ തമിഴ്നാട് തമിഴ്നാട് ക്ഷീരകൃഷി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. പാലുൽപാദനം, കാരണം ഇഷ്ടംപോലെ ഇവിടെ പുല്ല് കിട്ടും, വെള്ളത്തിൻ്റെ പരിസരമുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇവിടെ പാലുൽപ്പന്നം വളരെ വലിയ സാധ്യതകളാണ്. പാലുൽപ്പന്നം ഇഷ്ടംപോലെ കൃഷിഭൂമി ഉണ്ടായിരുന്ന ഒരു നാട്ടിലെല്ലാം നഷ്ടപ്പെട്ട് ഗൾഫ് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു സാഹചര്യവും മാത്രം ഉണ്ടായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ ആ ക്രിയാത്മകമായ ആ ഒരു പ്രൊഡക്ടിവിറ്റി, ആ സാഹചര്യത്തിലേക്ക് മലയാളക്കരയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. സന്തോഷകരമായ ഗ്രാപ്സ് ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി എത്രയാ. അതൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്കും സ്വർണം വിളയിക്കാൻ ഭാരത മണ്ണിൽ കഴിയും. ഭാരതീയർ എല്ലാവരും ഒന്നാണ്. എല്ലാവരും ജാതിഭേദം മതദ്വേഷം എതുമില്ലാതെ സർവരും സ്വതരദ്ധേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരുമിച്ച് ഒരു രാജ്യം, ഒരു മനസ്സ്, ഒരു ജാതി, എല്ലാവരും ഭാരതീയൻ എന്ന സംസ്കാരത്തിൻ്റെയും തനിമയുടെയും നന്മയുടെയും ഒരു മലർവാടിയെ സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും എന്ന പ്രതീക്ഷ ഞാൻ മലയാളികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ വാക്കുകൾ ശ്രവിച്ച എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾ, നാനാജാതി മതസ്ഥർക്കും സന്തോഷകരമായ എൻ്റെ അഭിവാദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് വെറും ഗൾഫ് എന്ന് മാത്രം ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ നമ്മളെ നാടിനെയും മനോഹരമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ ഒരു പുതിയ തീരുമാനമെടുക്കാനുള്ള ഒരു സന്തോഷകരമായ ഒരു സാഹചര്യവും ഒരു ഭാവിയുടെ ഒരു പ്രൊഡക്ടിവിറ്റിയും ഭാവിയുടെ ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് നൽകി എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.